ആഹാ, എന്തായാലേ കാലത്ത് തന്നെ എന്താ എവിടെയും പോയിട്ട് വരുവാണോ? ചേച്ചിയുടെ പൈസ കാണുമോ? ഒരു 500 രൂപ തരാനായിട്ട്. വൈകിട്ട് അണ്ണൻ വന്നാൽ ഉടനെ ഞാൻ തിരിച്ചു തരാം. അത്യാവശ്യമായിരുന്നു ചേച്ചി, പൈസ കാണുമോ? ഓ, ഇതാ ഇപ്പം നല്ല കഥയായിപ്പോയത്. ഇന്ന് രാവിലെ ഇങ്ങനെ വന്നപ്പോ ഞാൻ ഓർത്ത് വേറെ എവിടെങ്കിലും പോയിട്ട് വരുവാന്ന്. ഇന്ന് വെള്ളിയാഴ്ച അല്ലല്ലേ? വെള്ളിയാഴ്ചയായിട്ട് ആരെങ്കിലും ഒരു വീട്ടിൽ ചെന്ന് കാലത്തെ പൈസ കടം ചോദിക്കുവോ? അതും വായ്പയായിട്ട് ചോദിക്കുവോ? അയ്യോ ചേച്ചി, ഞാൻ വെള്ളിയാഴ്ചയാന്ന് ഞാൻ ഓർത്തില്ല ചേച്ചി. പെട്ടെന്ന് ആവശ്യം വന്നപ്പം ഓടി ഇങ്ങ് പോരുന്നതാ. എന്നാലും എന്റെ ലതേ, നിനക്ക് ഇത്രയും കാലമായിട്ട് ഇതൊന്നും അറിയാൻ വയ്യായോ? ഈ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയൊക്കെ ആയിട്ട് ആരെങ്കിലും പോയി ഒരു മനുഷ്യന്റെ വീട്ടിൽ ചെന്ന് വായ്പ ചോദിക്കുവോ? അതും കാലത്തെ തന്നെ ചെന്ന്. ഉച്ച തിരിഞ്ഞെങ്ങാണാണെങ്കിൽ പിന്നെയും നോക്കാമായിരുന്നു. ചേച്ചി ക്ഷമിക്ക്, ഞാൻ അറിഞ്ഞില്ല. ശരി, സാരമില്ല ചേച്ചി. എന്റെ പൊന്നമ്മ, എന്തുവാ ഇത്? അമ്മ ഏത് കാലഘട്ടത്തിലേ ജീവിക്കുന്നേ? എന്തെങ്കിലും അത്യാവശ്യത്തിന് ഒന്ന് ചോദിച്ചായിരിക്കില്ലേ? അമ്മ എന്താ പൈസ കൊടുക്കാഞ്ഞേ? വെള്ളിയാഴ്ചയാന്നും പറഞ്ഞ് പൈസ കൊടുക്കാതിരിക്കുന്നു. ഒന്നാമത് ഈ വീട്ടിൽ ലക്ഷ്മി വരവ് നിരച്ച് നിൽക്കുക. അതിന്റെ കൂടെ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയൊക്കെ ഇവിടുന്ന് പണം എടുത്ത് കൊടുക്കടി. അമ്മ എന്തായാലും ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അമ്മയ്ക്ക് വെള്ളിയാഴ്ച അസുഖം വന്നെന്ന് വെച്ചോ, ആശുപത്രി ചെന്ന് കഴിയുമ്പോൾ അമ്മ അവരോട് പറയൂ, ഇന്ന് വെള്ളിയാഴ്ചയാണ് എന്റെ പൈസ തരാൻ പറ്റില്ല എന്നമ്മ പറയൂ? അയ്യോ, ഇതാ ഇപ്പൊ എന്റെ മരുമോടെ കണ്ടുപിടുത്തം അങ്ങ് നല്ലതായി പോയത്. എടി, ആഴ്ചക്കുറ്റം നോക്കി ജീവിക്കുന്നതുകൊണ്ടാടി എനിക്ക് അങ്ങനെ വലിയ അസുഖങ്ങളും കാര്യങ്ങളും ഒന്നും വരാത്തത്. നിന്റെ നാക്കെടുത്ത് വളച്ചിനി ഒന്നും വരുത്താതിരുന്നാൽ മതി. ഞാനൊന്നും പറയുന്നില്ല, അമ്മ ഇനി ദേഷ്യപ്പെടേണ്ട. അതും പറഞ്ഞ് ഇവിടെ വഴക്കൊന്നും വേണ്ട. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്താ അണ്ണാ? യോ, ഇന്ന് പണിയില്ലയോ? യോ, അത് അവിടെ പണിക്കാരൊന്നും വന്നില്ല. അത്യാവശ്യമായിട്ട് രായമേശ്വരി എങ്ങാണ്ട് പോയേക്കുക. ഇനിയും പണിയാൻ പറ്റുമെന്നൊന്നും തോന്നുന്നില്ല. ഇന്നാണെങ്കിൽ രാവിലെ ലത വന്ന് കേറിയപ്പോഴേ ഞാൻ വിചാരിച്ചതാ എന്തെങ്കിലുമൊക്കെ അനിഷ്ട കാര്യങ്ങൾ സംഭവിക്കുമെന്ന്. ഓ, ഇപ്പൊ എന്താ 1000 പോയി കിട്ടി. ഇനിയിപ്പോ പൈസ ഇല്ലേ? 1000 രൂപ പോയേ. നിങ്ങളെന്നാ വേറെ എവിടെങ്കിലും പോയി തിരക്കണ്ടായിരുന്നോ പണി വല്ലതും ഉണ്ടോന്ന്? നിങ്ങളെന്താ നിങ്ങൾ തിരിച്ച് ഇങ്ങോട്ട് വന്നത്? ആരോടെങ്കിലും പോയി ചോദിക്കണ്ടായിരുന്നോ? നീ ഇതെന്തോ പറയുക? ഞാൻ ഇങ്ങോട്ടല്ലാതെ എങ്ങോട്ട് പോവാനാ വേറെ?